മലയാളം മിഷന്റെ മലയാള മാസാചരണത്തോടനുബന്ധിച്ച് നടത്തുന്ന പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. അഗ്നി അഗ്നിയെ തലോടുമ്പോൾ പൊള്ളാത്തതുപോലെ, വെള്ളം വെള്ളത്തെ നിറയ്ക്കാത്തതുപോലെ, കടൽ കടലിനെ പകരാത്തതുപോലെ എന്നെ നിനക്ക് പകരാനാവുന്നില്ലല്ലോ. വെന്തും നിറച്ചും പകർന്നും മതിയാവാത്തവർ, കൊതി തീരാത്തവർ. മിസ് മേരി ടീച്ചറുടെ കവിതകളിൽ എന്നെ ഏറ്റവും ആകർഷിക്കുന്നതും ഞാൻ ഇഷ്ടപ്പെടുന്നതും ആസ്വദിക്കുന്നതും എല്ലാം ഇതുതന്നെ. സ്നേഹിച്ച് പ്രണയിച്ച് ഒരുമിച്ച് കൊതി തീരാത്തവർ, ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് ഇനി ഒന്നും പകരാനാവാത്ത വിധം പരസ്പര പൂരിതമായി തോന്നുന്ന പലതിൻ്റെയും ഉള്ളിൻ്റെ ഉള്ളിലെ നിറയായിടങ്ങൾ. ടീച്ചറുടെ തന്നെ വാക്കുകളിൽ പറയുകയാണെങ്കിൽ, കുളിരിലും ഇരുളിലും കൂടെ നടന്നിട്ടൊടുവിൽ പാദമുറിച്ച് കിടക്കുന്ന വേളയിൽ വിരൽ മുറിച്ചിട്ടോടിപ്പോയ കൂട്ടുകാരനെ പോലെ, എന്തോ പറയാനാഞ്ഞ് പിന്നാക്കം വാങ്ങുന്ന വാക്കുകൾ, ഇരുളിന്റെ അവസാന ജാലകം തുറക്കും മുന്നേ പിന്തിരിഞ്ഞു നടക്കുന്ന വെളിച്ചം. മിസ് മേരി ടീച്ചറുടെ കവിതകളിൽ എത്ര നടന്നിട്ടും കൊതി തീരാത്ത പാരസ്പര്യത്തിന്റെ വഴികളും, എത്ര പെയ്തിട്ടും മതിവരാത്ത പ്രണയത്തിന്റെ മഴകളും നമ്മെ എന്നും കൊതിപ്പിച്ചുകൊണ്ടേയിരിക്കും. കാണാതെ തിരിയാതെ പോയ എത്ര സ്നേഹങ്ങളെയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്ന ആമുഖത്തോടുകൂടി എഴുതിയ കവിതയാണ് പരസ്പരം മറന്നുവെക്കുന്ന മനുഷ്യർ. ഒറ്റ കുടക്കീഴിൽ ഒരാൾ വേറൊരാൾക്ക് കുടയായി ഒരു പുഴ ദൂരം കടന്നിട്ടും, ഒരു ഇലത്തോണിയിൽ പുഴയാഴം അളന്നിട്ടും, എത്രയേറെ പരതിയിട്ടും എത്രയേറെ നോക്കിയിട്ടും പരസ്പരം മറന്നു വെച്ചു പോകുന്ന മനുഷ്യർ. എഴുത്തിന്റെ വഴികളിൽ മിസ് മേരി തനിച്ചല്ല. തൻ്റെ മുന്നേ നടന്നു പോയിരുന്നവരുടെ ചിന്തകൾ, തോന്നലുകൾ, കാഴ്ചകൾ, കേൾവികൾ, വാർത്തകൾ, പ്രകൃതി, ദൈവം തുടങ്ങി തന്നിലേക്ക് രാസപരിണാമം ചെയ്യുന്ന എന്തും അവർ അവരുടെ എഴുത്തുകളിൽ ഇഴ പിരിച്ച് ചേർത്തെടുക്കുന്നു. ആലുവ UC കോളേജിലെ മലയാള വിഭാഗം അധ്യാപികയായ ഡോക്ടർ മിസ് മേരി ജോർജ്, ഇസ്പേഡ് റാണി, രഹസ്യേന്ദ്രിയങ്ങൾ തുടങ്ങിയ കവിതാ സമാഹാരങ്ങളും, മെർക്കുറി ജീവിതത്തിന്റെ രസമാവിനി, ഉടലധികാരം തുടങ്ങിയ ലേഖന സമാഹാരങ്ങളും, സ്ത്രീപക്ഷ മാധ്യമ പഠനങ്ങളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആനുകാലികങ്ങളിലും നവമാധ്യമങ്ങളിലും ശക്തമായ സ്ത്രീപക്ഷ കാഴ്ചകളായി മാറുന്ന ടീച്ചറുടെ എഴുത്തുകൾക്ക് വലിയൊരു വായനാ സമൂഹവുമുണ്ട്. 1994 അസീസി ലിറ്റററി അവാർഡ്, 2012 മികച്ച സ്ത്രീ വ്യക്തിത്വങ്ങൾക്കുള്ള കേരള സർക്കാരിന്റെ മഹിളാ തിലകം അവാർഡ് തുടങ്ങിയ പുരസ്കാരങ്ങളാൽ സമ്മാനിതയായ മിസ് മേരി ടീച്ചർ പി. വത്സലയുടെയും സാറ ജോസഫിന്റെയും ചെറുകഥകളെ ആസ്പദമാക്കിയുള്ള പഠനത്തിന് MG യൂണിവേഴ്സിറ്റിയിൽ നിന്നും PhD നേടുകയുണ്ടായി. അപ്പോൾ അങ്ങനെ എഴുത്തിന്റെ വൈവിധ്യമാർന്ന മേഖലകളിൽ അടയാളപ്പെടുന്ന മിസ് മേരി ടീച്ചറെ അവരുടെ വളരെ കുറച്ച് കവിതകളിൽ നിന്ന് ചില വരികൾ മാത്രം ചികഞ്ഞെടുത്ത് ഞാനിവിടെ സംസാരിച്ചത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ, അത് ടീച്ചറുടെ വാക്കുകളിൽ തന്നെ നമുക്ക് പറയാം. കവിത ഒരേ സമയം എനിക്ക് മറുപിറവിയും ഒടുവിലത്തെ അത്താഴവുമാണ്. ഞാൻ തന്നെ ഉണ്ടാക്കി, ഞാൻ തന്നെ വിളമ്പി, ഞാൻ തന്നെ രുചിച്ച്, ഞാൻ തന്നെ ഉപ്പ് നോക്കി തുപ്പിക്കളഞ്ഞ്, കൂടെ ഇരിക്കാൻ വേറെ ആരുമില്ലെങ്കിലും എനിക്ക് അത്താഴമേശക്കരികിൽ ഇരിക്കാതിരിക്കാനാവില്ല. എനിക്ക് ഈ അത്താഴത്തിൽ വിരല് തൊടാതിരിക്കാനും ആവില്ല. മലയാള മിഷന്റെ അക്ഷരോത്സവത്തിന്റെ ഭാഗമായി മലയാള സിനിമയിൽ മധ്യ തിരുവിതാംകൂർ ജീവിതം എന്ന വിഷയത്തിലൂന്നി
പ്രഭാഷണം ചെയ്യുവാനായി നമ്മുടെ ഇന്നത്തെ അതിഥി പ്രശസ്ത എഴുത്തുകാരി ഡോക്ടർ മ്യൂസ് മേരി ജോർജിനെ സാദരം ക്ഷണിക്കുന്നു. നമസ്കാരം. മലയാളം മിഷൻ്റെ മലയാള ഭാഷ ഉത്സവ പരിപാടികൾക്ക് എല്ലാ ആശംസകളും നേരുന്നു. ഞാനേ കാഞ്ഞിരപ്പള്ളിക്കാരൻ ക്രിസ്ത്യാനിയാണ്. കാഞ്ഞിരപ്പള്ളിക്കാരൻ ക്രിസ്ത്യാനിക്ക് അവൻ്റെ പെമ്പിളെ നിലയ്ക്ക് നിർത്താൻ അറിയാം. അതാ കാഞ്ഞിരപ്പള്ളിക്കാരൻ ക്രിസ്ത്യാനി. മലയാള സിനിമയിലെ മധ്യ തിരുവിതാംകൂറിനെ കുറിച്ച് ഓർക്കുമ്പോൾ മനസ്സിൽ ആദ്യം വരുന്ന സംഭാഷണം 1983 പുറത്തിറങ്ങിയ കൂടെവിടെ എന്ന് പറയുന്ന സിനിമയിലെ ക്യാപ്റ്റൻ തോമസിൻ്റെ ഈ പ്രഖ്യാപനമാണ്. ഇതിനകത്ത്, ഈ വാക്യങ്ങൾക്കകത്ത് ഒരു പ്രത്യേകതരം സ്വത്വത്തെ പ്രഖ്യാപിക്കുന്നുണ്ട്. മധ്യ തിരുവിതാംകൂറിലെ കാഞ്ഞിരപ്പള്ളി എന്ന് പറയുന്ന ഒരു ചെറിയ താലൂക്കും ആ താലൂക്കിലെ സുറിയാനി ക്രിസ്ത്യാനി അങ്ങനെയുള്ള സുറിയാനി ക്രിസ്ത്യാനി പുരുഷൻ അവൻ്റെ ഭാര്യയോട്, അവരുടെ ജീവിത പങ്കാളിയോട് പുലർത്തുന്ന മനോഭാവവും ഒക്കെ ചേർന്ന് സൃഷ്ടിക്കുന്ന ഒരു ചിത്രം ഈ സംഭാഷണം മലയാളിയുടെ മുന്നിലേക്ക് അവതരിപ്പിച്ചു. മധ്യ തിരുവിതാംകൂർ മലയാള സിനിമയിൽ പ്രത്യേക രീതിയിലാണ് ഭാഷണവും ഭക്ഷണവുമായി അടയാളപ്പെടുത്തപ്പെട്ടത്. പഴയ തിരുവിതാംകൂർ രാജ്യത്തിലെ കൊല്ലം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള, കൊല്ലം മുതൽ വടക്കോട്ടുള്ള കൊല്ലം, കരുനാഗപ്പള്ളി, തിരുവല്ല, പത്തനംതിട്ട, ചങ്ങനാശ്ശേരി, കോട്ടയം തുടങ്ങിയ 8 താലൂക്കുകളായിരുന്നു മധ്യ തിരുവിതാംകൂർ എന്നുള്ള പേരിൽ അറിയപ്പെട്ടിരുന്നത്. ഐക്യകേരളം പിറന്നതിന് ശേഷവും ഈ മധ്യ തിരുവിതാംകൂർ ഐഡന്റിറ്റിക്ക് ഒരു തുടർച്ച ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അതിന് ചില പ്രത്യേക രീതിയിലേക്ക് ഈ മധ്യ തിരുവിതാംകൂർ എന്ന് പറയുന്ന സ്വത്വം മാറ്റപ്പെടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇത് ഏറ്റവും അധികം അടയാളപ്പെടുത്തപ്പെട്ട, അതൊരു കൃത്യമായിട്ടുള്ള ചിത്രമല്ല, സിനിമയിലൂടെ ആണ് ഈ ഒരു പ്രത്യേകതരം സ്വത്വമായി മധ്യ തിരുവിതാംകൂർ ആഘോഷിക്കപ്പെട്ടത്. അല്ലെങ്കിൽ ഒരു ജനപ്രിയ മാധ്യമത്തിൽ സിനിമയാണ് ഇതിനെ ആഘോഷിച്ചത്. 1983 കൂടെവിടെ എന്ന് പറയുന്ന സിനിമയിലെ ചിത്രമാണ്, ഒരു സംഭാഷണമാണ് ഞാൻ പറഞ്ഞത്. അതായത് അതിനകത്ത് പിന്നീട് പറയുന്നുണ്ട്, എൻ്റെ പെണ്ണ് ഞാൻ പറയുന്നത് കേൾക്കും. അവൾ മറുപടി പറയാതിരിക്കുന്ന സമയത്ത് അവൾ മിണ്ടുന്നില്ല, കണ്ടോ അവൾക്ക് എതിരില്ല എന്നൊക്കെ പറയുന്ന, കുടിച്ചു തലയ്ക്ക് വെളിവില്ലാതെ വന്നു നിൽക്കുന്ന ഒരു പുരുഷനാൽ പ്രഖ്യാപിക്കപ്പെട്ടതാണോ, അങ്ങനെ പ്രഖ്യാപിക്കപ്പെടുന്ന ഒന്നാണോ കേരളത്തിലെ കാഞ്ഞിരപ്പള്ളി, അല്ലെങ്കിൽ കോട്ടയം, അല്ലെങ്കിൽ മധ്യ തിരുവിതാംകൂർ അസ്തിത്വം എന്ന് പറയുന്നത്? കേരളപ്പിറവിയുടെ ആദ്യ കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം ഉള്ള കാലഘട്ടത്തിൽ തന്നെ ഈ ഒരു കോട്ടയം ജീവിതം, അല്ലെങ്കിൽ കോട്ടയം, ചങ്ങനാശ്ശേരി താലൂക്കുകളിലെ ജീവിതം സിനിമയിൽ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ മധ്യ തിരുവിതാംകൂർ ജീവിതം സിനിമയിൽ വന്നിട്ടുണ്ട്. 1950കളിൽ പുറത്തിറങ്ങിയ സിനിമകൾ, മറിയക്കുട്ടി, പാടാത്ത പൈങ്കിളി ഒക്കെ പോലെയുള്ള സിനിമകൾ, തുടർന്ന് വരുന്ന 1970 അരനാഴിക നേരം പോലെയുള്ള സിനിമ, അതിനുശേഷം വരുന്ന മയിലാടംകുന്ന് ഒക്കെ പോലത്തെ സിനിമകൾ, ഈ സിനിമകളിലൊക്കെയും ഒരു മധ്യ തിരുവിതാംകൂർ ജീവിതം നമുക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷേ അതെനിക്കറിയാം, അതിൻ്റെ അകത്തെ നമ്മൾ പിൽക്കാല മധ്യ തിരുവിതാംകൂർ കഥാപാത്രങ്ങളുള്ള സിനിമയിലെ പോലെ സവിശേഷമായി എടുത്തു പറയത്തക്ക വിധത്തിലുള്ള ഭക്ഷണശീലങ്ങളോ ഭാഷണശീലങ്ങളോ വളരെ കുറച്ച് മാത്രമേ അതിലുള്ളൂ. ഇല്ല എന്ന് പറയുന്നില്ല. പ്രത്യേകിച്ച് 1957 ഇറങ്ങിയ സിനിമകളിൽ
ഒരു എന്താ എന്നേത്തിന എന്നാ പറയാന ഒക്കെ പോലെയുള്ള ചില പ്രാദേശിക ചുവയുള്ള സംഭാഷണങ്ങൾക്കപ്പുറം ഇപ്പോൾ മറിയക്കുട്ടി എന്ന് പറയുന്ന സിനിമയിൽ മറിയക്കുട്ടിയെ വിവാഹത്തിന് മുമ്പ് വളരെ സ്നേഹിച്ചിരുന്ന ചാക്കോ എന്ന് പറയുന്ന പയ്യൻ അവളോട് പറയുന്ന വാക്യം, മറിയക്കുട്ടി നീ പോകൂ, സ്ത്രീകൾക്ക് മുഴുവൻ മാതൃകയാണ് നീ എന്നൊക്കെ പറയുന്ന ആ നീണ്ട വാക്യങ്ങളൊക്കെയും ഒരു മാനകീകരിക്കപ്പെട്ട സാധാരണ ഭാഷയുടെ പ്രകൃതമാണ് കാണിക്കുന്നത്. അത്തരം വീടകങ്ങൾ അക്കാലത്തെ പ്രത്യേകിച്ച് 50s സിനിമകളിൽ വരുന്ന വീടകങ്ങൾ പൊതുവെ ദാരിദ്ര്യം ഉള്ള അന്തരീക്ഷമാണ്. അപൂർവമായിട്ട്, അതായത് ഈ പോപ്പുലർ സിനിമകൾ, ഈ പോപ്പുലർ വിഷയങ്ങൾ, ജനപ്രിയമായ ഈ സിനിമകളുടെ വിഷയങ്ങൾ ദരിദ്രയായ ഒരു പെൺകുട്ടിയെ സമ്പന്നനായിട്ടുള്ള ഒരാൾ പ്രേമിക്കുന്നതോ അല്ലെങ്കിൽ പ്രേമമൊന്നും കൂടാതെ തന്നെ വിവാഹം ചെയ്ത് അയക്കുന്നതോ തുടർന്ന് വരുന്നതുമൊക്കെ ആയിട്ടുള്ള സംഭവ വികാസങ്ങളാണ് ഇത്തരം സിനിമകളിൽ വിഷയമായിരുന്നത്. പക്ഷേ ഈ സിനിമകളിലെ ഈ ദാരിദ്ര്യമുള്ള വീടകങ്ങളുടെ അകത്തെ ഭക്ഷണവും ജീവിതവും ഒക്കെ എല്ലാ സിനിമകളിലും ഏതാണ്ട് ഒരുപോലെയാണ് കാണുക. കഞ്ഞിയോ പുഴുക്കോ ഒക്കെ ഭക്ഷണം കഴിച്ച് ജീവിക്കുന്ന, ഒരുപാട് അധ്വാനിക്കുന്ന, വിശേഷിച്ച് ചങ്ങനാശ്ശേരി കോട്ടയം ഒക്കെ അടുത്തുള്ള അല്ലെങ്കിൽ അതിനിടയ്ക്കുള്ള ഒരു പ്രത്യേകതരം ഭൂവിഭാഗങ്ങളാണ് ഈ പറഞ്ഞ മറിയക്കുട്ടി, പാടാത്ത പൈങ്കിളിയൊക്കെ പോലുള്ള സിനിമകളുടെ കഥാന്തരീക്ഷം നടക്കുന്നത്. കുറച്ച് പാടവും കുറച്ച് മറ്റ് നടുതല കൃഷികളും ഒക്കെയുള്ള കൃഷിക്കാരായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ അധ്യാപകരായിട്ടുള്ള ആളുകൾ, എവിടെയാണെങ്കിലും ദാരിദ്ര്യമാണ് പ്രധാനപ്പെട്ട വിഷയം. എന്നാൽ 1970 അരനാഴിക നേരം എന്ന് പറയുന്നത് ഒരു തരത്തിൽ ഈ പറഞ്ഞ മധ്യ തിരുവിതാംകൂർ സിനിമയിലെ ഒരു വേറിട്ട ചിത്രമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. കാരണം നമ്മൾ മധ്യ തിരുവിതാംകൂർ ജീവിതത്തെ കേന്ദ്രീകരിച്ചു വരുന്ന സിനിമകളിൽ 90% കത്തോലിക്ക ക്രിസ്ത്യാനികൾ, വിശേഷിച്ച് സിറിയൻ കത്തോലിക്കരായിട്ടുള്ള ക്രിസ്ത്യാനികളുടെ ഒരു ജീവിത ഇടമായിട്ടാണ് ഈ കോട്ടയം ജില്ലയെ പൊതുവെ വ്യവഹരിച്ചു പോരുന്നത്. മധ്യ തിരുവിതാംകൂർ എന്ന് പറയുമ്പോൾ കോട്ടയമായിട്ട് ചുരുങ്ങുന്നുമുണ്ട്, അത് മറ്റൊരു പ്രത്യേകതയാണ്. എന്നാൽ 1970 പുറത്തിറങ്ങിയ അരനാഴിക നേരം സിനിമയിൽ പത്തനംതിട്ട ജില്ല, ആ സിനിമയിലെ ചില രംഗത്ത് ആർ ബാലകൃഷ്ണപിള്ളയ്ക്ക് കുതിര അടയാളത്തിൽ വോട്ട് ചെയ്യുക എന്നുള്ള ചില ദൃശ്യങ്ങളൊക്കെ ഭിത്തിയിൽ അല്ലെങ്കിൽ ദൃശ്യങ്ങളിൽ അങ്ങനത്തെ പോസ്റ്ററൊക്കെ കാണാവുന്നതാണ്. അത് ഒരു ഓർത്തഡോക്സ് അല്ലെങ്കിൽ ഒരു ജാക്കബൈറ്റ്സ് ഓർത്തഡോക്സ് സിറിയൻ ക്രിസ്ത്യൻ വീടന്തരീക്ഷമാണ് അവിടെ ചിത്രീകരിക്കുന്നത്. ആ ഒരു പത്തനംതിട്ട ജില്ലയുടേതായിട്ടുള്ള, കോട്ടയം കാഞ്ഞിരപ്പള്ളി പ്രദേശത്തിൽ നിന്ന് വ്യത്യാസമായിട്ടുള്ള പത്തനംതിട്ട ജില്ലയിലെ ഒരു സംഭാഷണ രീതികൾ അല്ലെങ്കിൽ അതിൻ്റെ ആക്സെൻ്റ് ഒക്കെ ടോണൊക്കെ കുറച്ച് വ്യത്യാസമുണ്ട് കോട്ടയം ജില്ലയിൽ നിന്ന്. അതുപോലെ തന്നെ പേര് വിളിക്കുന്നത്, ഇപ്പം കുഞ്ഞോനാച്ച, അച്ചാൻ, അച്ചായൻ, അമ്മാച്ചൻ, ഇത്തരത്തിലുള്ള ഒരു ബന്ധങ്ങളെ സൂചിപ്പിക്കുന്ന വാക്കുകളാണ് ആ വീടന്തരീക്ഷത്തിൽ കൂടുതലായിട്ട് പ്രയോഗിച്ച് കാണുക. അച്ചായൻ എന്നുള്ളൊരു വാക്ക് പിന്നീട് വലിയ രൂപാന്തരണം സംഭവിച്ചൊരു വാക്കാണ് മലയാള സിനിമയിൽ. പക്ഷെ അരനാഴിക നേരത്തിൽ ഈ 90കളിലുള്ള മലയാള സിനിമയിൽ ഈ ഉപയോഗിക്കുന്ന ആ ധ്വനിയോടുകൂടി അല്ല അച്ചായൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. അത് കൃത്യമായും ബന്ധങ്ങളുടെ മാത്രം ഒരു ആഖ്യാനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അതുപോലെ വീട്ടിനകത്ത് ഈ കല്യാണത്തിൻ്റെ ഒക്കെ ഒരു സീൻസ് അതിനകത്ത് വരുന്നുണ്ടെങ്കിലും ഭക്ഷണം അത്ര ചിട്ടവട്ടമൊന്നും അത്ര പ്രധാനപ്പെട്ട ഒരു കാര്യമല്ല. മുട്ടിന് എടുത്തു പറയത്തക്ക വിധത്തിൽ ആഘോഷിക്കപ്പെടുന്ന ഒരു ഭക്ഷണശീലമൊന്നും അല്ലെങ്കിൽ ഭക്ഷണ വ്യവഹാരം നമുക്കതിൽ കാണാനായിട്ട് സാധിക്കില്ല. അതിനകത്ത് ഒരു വരുന്നവർക്കൊക്കെ കാപ്പി കൊടുക്കുന്ന സ്റ്റീൽ ഗ്ലാസ്സിലെ ചില്ല് ഗ്ലാസ്സാണ് സ്ഥിരമായിട്ട് കാപ്പി കൊടുക്കുന്ന ഒരു മരുമോളും, കറുപ്പ് തിന്നുന്ന, ജീവിതത്തിൻ്റെ മരണത്തിൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ
ജീവിതത്തിൻ്റെ ആഴപ്പെട്ട ചില ദർശനങ്ങളിൽ എത്തിച്ചേർന്ന ഒരു മുത്തശ്ശനും അല്ലെങ്കിൽ ഒരു വല്യപ്പനും ഒക്കെയുള്ള ഒരു വീടന്തരീക്ഷമാണ് അതിനകത്ത് പറയുക. അപ്പോൾ പൊതുവെ നമ്മൾ മധ്യതിരുവിതാംകൂർ സിനിമകളിൽ കാണുന്ന ക്രിസ്ത്യൻ ജീവിത ആഖ്യാനങ്ങളിൽ നിന്ന് വ്യത്യാസമുള്ള ഒരു സിനിമയാണ് അരനാഴിക നേരം എന്ന് കാണാൻ സാധിക്കുക. സിനിമയുടെ കഥ വളരെ പ്രസിദ്ധമായതുകൊണ്ട് ഞാനിവിടെ ചർച്ച ചെയ്യുന്നില്ല. പക്ഷെ അതൊരു 1970 ഈ സിനിമയ്ക്ക് ശേഷം പിന്നീട് മലയാള സിനിമയിൽ മധ്യതിരുവിതാംകൂർ കഥ പറയുമ്പോൾ അകത്തോലിക്ക ഒരു ക്രിസ്ത്യൻ ഐഡന്റിറ്റിയെക്കുറിച്ച് മലയാളികളായിട്ടുള്ള അല്ലെങ്കിൽ സിനിമാ സംവിധായകർക്ക് എവിടെയോ ഒരു അജ്ഞത ബാധിക്കുന്നത് പോലെ നമുക്ക് തോന്നുന്നു. കാരണം അതിനുശേഷം പിന്നീട് നമ്മൾ കാണുന്ന ഒരു 1970 സിനിമയ്ക്ക് ശേഷം പിന്നീട് മയിലാടും കുന്നൊക്കെ പോലുള്ള കുറെ സിനിമകൾ വരുന്നുണ്ട്. വിശേഷം മുട്ടത്ത് വർക്കിയുടെയും മറ്റും കഥകളെ, കാനത്തിൻ്റെ മുട്ടത്ത് വർക്കിയുടെ ഒക്കെ കഥകളെ ആശ്രയിച്ചിട്ടുള്ള അല്ല അതിനെ ആധാരമാക്കിയുള്ള സിനിമകൾ. അതിൽ ഭാര്യ എന്ന് പറയുന്ന സിനിമ ഈ മധ്യ തിരുവിതാംകൂറിലെ ഒരു ക്രിസ്ത്യൻ കുടുംബം തന്നെയാണ് അതിനകത്തും വരുന്നത്. അങ്ങനെ മുന്നോട്ട് പോയതിന് ശേഷം പിന്നീട് ഒരു വളരെ ഈ പറഞ്ഞ ഭക്ഷണവും ജീവിത വ്യവസ്ഥയും വീടന്തരീക്ഷത്തിൻ്റെ ആ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു മധ്യ തിരുവിതാംകൂർ പ്രതിനിധാനമൊക്കെയുള്ള സിനിമ എന്ന് പറയുന്നത് ഈ പറയുന്ന കൂടവിടയ്ക്ക് ശേഷം പിന്നീട് വരുന്ന ഈ ഇരകൾ എന്ന് പറയുന്ന സിനിമയാണ്. KG ജോർജിൻ്റെ സിനിമയാണ് ഇരകൾ. ഈ സിനിമയിൽ കൃത്യമായിട്ട് സ്ഥലം ഇന്നത് എന്ന് പറയുന്നില്ല. പക്ഷേ ആ സിനിമ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അതിനകത്തുള്ളത് ഒരു മധ്യ തിരുവിതാംകൂർ ഗാർഹിക അന്തരീക്ഷവും സാമൂഹ്യ ജീവിതവും അതിൻ്റെ ഒരുതരം പ്രത്യേകതരം പ്രകടനങ്ങളും വീടകങ്ങൾക്കകത്തെ പ്രത്യേകതരം പ്രകടനങ്ങളും ഒക്കെയാണ്. അപ്പോൾ അത് ഒരു പ്ലാന്ററുടെ വീടാണ്. പ്ലാന്ററുടെ വീടിനകത്ത് കർക്കശനും മനുഷ്യപ്പറ്റ് തീരെ ഇല്ലാത്തവനുമായിട്ടുള്ള ഒരു പ്ലാന്ററും അയാളുടെ ഇളയ മകൻ ഒരു സൈക്കോപാത്ത് ആയിട്ടുള്ള ഇളയ മകനും പലതരത്തിൽപ്പെട്ട സ്വഭാവ വൈകല്യങ്ങളുള്ള കുറച്ച് സഹോദരങ്ങളും ഒക്കെയുള്ള ഒരു വീടന്തരീക്ഷമാണ്. ആ വീട്ടിനകത്ത് പ്രാർത്ഥനയും ഒക്കെ ആയിട്ടിരിക്കുന്ന ഒരു അമ്മയുണ്ട്, മരണം കാത്തു കിടക്കുന്ന ഒരു വൃദ്ധനുണ്ട്, അച്ഛനുണ്ട്. അതിനൊപ്പം മദ്യപാനം എന്ന് പറയുന്ന ജീവിതത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട തൊഴിലായി കാണുന്ന മൂത്ത മകനുണ്ട്. എപ്പോഴും മദ്യപിക്കുന്ന, എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന തീന്മേശകളുള്ള, ചിലപ്പോഴൊക്കെ ഭക്ഷണം എന്നൊക്കെ പറയുന്ന ഒരു അശ്ലീലം പോലെയാകുന്ന, അതേമാതിരി ഭോഗം മാത്രം ആഗ്രഹിക്കുന്ന മകളുണ്ട്. അങ്ങനെ സകലവിധ ധൂർത്തിൻ്റെയും ദുഷ്ടതയുടെയും സ്വാർത്ഥതയുടെയൊക്കെ ഒരു അന്തരീക്ഷമാണ് ആ വീടകത്തിനകത്തുള്ളത്. അപ്പോൾ ഒരു പ്രത്യേക രീതിയിൽ മലയാള സിനിമയിലേക്ക് മധ്യ തിരുവിതാംകൂറിനെ അവതരിപ്പിക്കുന്ന ഒരു സിനിമയായിരുന്നു. എനിക്ക് തോന്നുന്നു 83 കൂടവിടയ്ക്ക് ശേഷം വളരെ വിശാലമായി, കാരണം കൂടവിടയിൽ കാഞ്ഞിരപ്പള്ളിക്കാരൻ ക്രിസ്ത്യാനിയെക്കുറിച്ച് ക്യാപ്റ്റൻ തോമസ് പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ അങ്ങനെ ഒരു വിശദീകരണം കൊടുക്കുന്നുണ്ടെങ്കിലും, പക്ഷെ സിനിമയുടെ കഥ നടക്കുന്നത് കേരളത്തിലല്ലാത്തത് കൊണ്ട്, അതായത് അതിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ കേരളത്തിൻ്റെ ഒരു മധ്യ തിരുവിതാംകൂർ ജീവിത വ്യവഹാരങ്ങളൊന്നും അല്ലാത്തത് കൊണ്ട് ഈ ഒരു സംഭാഷണത്തിനും ആനുഷംഗികമായി ഇടയ്ക്കൊക്കെ വരുന്ന മറ്റു ചില പരാമർശങ്ങൾക്കും അപ്പുറം, പ്രത്യേകിച്ച് ഈ ആലിസിൻ്റെ സഹോദരൻ മരിക്കുന്ന സമയത്ത് നടത്തുന്ന ഒപ്പീസ് പോലെയുള്ള ചില പ്രാർത്ഥനകൾ, ശ്മശാനത്തിൽ സെമിത്തേരിയിൽ വെച്ചിട്ട് അച്ഛൻ നടത്തുന്ന അവസാന പ്രാർത്ഥന. അപ്പോൾ ആ പ്രാർത്ഥനയിൽ ഒരു കൗതുകമുണ്ട്. പ്രാർത്ഥനയിൽ സിറിയൻ കത്തോലിക്ക പ്രാർത്ഥനയാണ് അവിടെ മരണസമയത്തെ ആയിട്ട് ഉരുവിടുന്നത്. പക്ഷേ ഭാഷണവും എന്നാൽ ഇരകളിലെ എന്നതുപോലെ ഭക്ഷണവും ഭാഷണവും അത്ര വിശദമായി
ഈ സിനിമയിൽ നമുക്ക് ഒരു മധ്യ തിരുവിതാംകൂറിനെ അടയാളപ്പെടുത്തുന്ന രീതിയിൽ കാണാൻ സാധിക്കുന്നില്ല. ഇരകൾക്ക് ശേഷം മലയാള സിനിമയിൽ ഈ മധ്യ തിരുവിതാംകൂർ ആഘോഷിക്കപ്പെട്ട, ഇരകൾ അത്ര ഒരു ആഘോഷിക്കപ്പെട്ട സിനിമ അല്ല. ആ സിനിമ അതിൻ്റെ വിഷയം കൊണ്ടും അതിൻ്റെ അവതരണത്തിൻ്റെ പ്രത്യേകത കൊണ്ടും ഒക്കെ വളരെ സവിശേഷമായിട്ടുള്ള ഒരു പ്രൊഡക്ഷനായിരുന്നു. പക്ഷേ പിന്നീട് എനിക്ക് തോന്നുന്നത് അങ്ങനെ ആയിരിക്കുമ്പോഴും 1990 മുതൽ മലയാള സിനിമയിൽ മധ്യ തിരുവിതാംകൂർ സവിശേഷമായ രീതിയിൽ അടയാളപ്പെടുത്തപ്പെടുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതിന് തുടക്കം കുറിച്ച 2 സിനിമകൾ 1990 പുറത്തിറങ്ങിയ നമ്പർ 20 മദ്രാസ് മെയിൽ എന്ന് പറയുന്ന മോഹൻലാൽ സിനിമയും അതേ വർഷം തന്നെ പുറത്തിറങ്ങിയ കോട്ടയം കുഞ്ഞച്ചൻ എന്ന് പറയുന്ന മമ്മൂട്ടി ചിത്രവും ആയിരുന്നു. ഇത് രണ്ടിനകത്തും വളരെ ആഘോഷിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഡോമിനേറ്റിംഗ് ആയിട്ടുള്ള കുറേ, അതേസമയം തന്നെ ഹ്യൂമറസ് ആയിട്ടുള്ള ഒരു കേന്ദ്ര കഥാപാത്രങ്ങളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിനകത്ത് ആ നർമ്മത്തിനകത്തൊക്കെ ഉള്ളൊരു പ്രത്യേകത, ഈ നർമ്മമെല്ലാം ഈ 2 ആൺ കഥാപാത്രങ്ങളെ കേന്ദ്രീകരിച്ച് മാത്രമാണ് നിൽക്കുന്നത്. അവർ എല്ലാവരും തന്നെ, പ്രത്യേകിച്ച് കാഞ്ഞിരപ്പള്ളിയിലെ പ്ലാന്ററുടെ മകനാണ് ടോണി കുരിശിങ്കൽ തറവാട്ടിലെ പുത്രനായിട്ടാണ് കൂട്ടുകാർ തന്നെ ടോണിയെ പരിചയപ്പെടുത്തുന്നത്. ട്രെയിനിലിരുന്ന് മദ്യപിക്കുന്ന, ഫ്ലർട്ട് ചെയ്യുന്ന, അത് കഴിഞ്ഞ് ചെന്ന് പല ഗുലുമാലുകളിലേക്ക് ചെന്നുപെടുന്ന ഒരു പുരുഷ കഥാപാത്രമാണ്. അതിൽ മമ്മൂട്ടി കൂടെ വരുന്നുണ്ട്. അങ്ങനെ 2 പ്രധാനപ്പെട്ട, അതായത് ഇവർ രണ്ടുപേരും 1980കളിലെ വളരെ വെറൈറ്റി ഉള്ള പല കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് അംഗീകരിക്കപ്പെട്ടതിന് ശേഷം ഒരു താരമാകുന്ന കാലഘട്ടത്തിൻ്റെ സിനിമയാണ് ഇത് രണ്ടും. ആണത്തത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ പൊതുവെ പറയാറുണ്ട്. ആണത്തത്തെ ഹെജിമനിക് മസ്കുലിനിറ്റിയും സബോർഡിനേറ്റ് മസ്കുലിനിറ്റിയും എന്ന് പറയാറുണ്ട്. അധീശത്വപരമായ ആണത്വവും ആശ്രിതമായ ആണത്വം എന്ന് പറയുന്നു. ഈ അധീശത്വപരമായിട്ടുള്ള ആണത്വത്തിനകത്ത് ഈ അവർ കൈക്കരുത്തുള്ളവരും തൻ്റെടികളും അങ്ങനെയൊക്കെ ഉള്ള അതിനെ ഇങ്ങനെ ആഘോഷിക്കുകയാണ് ആണത്വത്തിൻ്റെ. അതേസമയം തന്നെ തങ്ങളെ ആശ്രയിച്ച് നിൽക്കുന്ന ആളുകളെ വളരെ സംരക്ഷിക്കുന്ന, അവരോട് വളരെ ഒരു സംരക്ഷക റോൾ നിരന്തരം എടുത്ത് അണിഞ്ഞിരിക്കുന്നതുമാണ്. അപ്പം അങ്ങനെ ഒരു പ്രത്യേക രീതിയിലാണ് ഈ അധീശത്വ ആണത്വത്തിൻ്റെ ഒരു പ്രകൃതം. ആശ്രിത ആണത്വത്തിൽ പൊതുവെ കരുത്തും ശക്തിയൊക്കെ ഉണ്ടെങ്കിലും വീട്ടിൽ അത്യാവശ്യം ഗൃഹ ജോലികൾ ചെയ്യുകയോ കുഞ്ഞുങ്ങളെ പരിചരിക്കുകയോ വളർത്തുകയോ ഒക്കെ ചെയ്യുന്ന അത്തരം ആണുങ്ങളെ വേണമെങ്കിൽ നമുക്കൊരു ആശ്രിത ആണത്വ സ്വഭാവമുള്ളവരാണെന്ന് പറയാൻ സാധിക്കും. പക്ഷേ നമ്മുടെ ഈ മധ്യ തിരുവിതാംകൂർ സിനിമകളിലൂടെ ആഘോഷിക്കപ്പെട്ട ഒരു ആണത്വം എന്ന് പറയുന്നത് ഈ പറഞ്ഞ അധീശത്വ ആണത്വത്തിൻ്റെ ആഖ്യാനങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സിനിമകളിലെല്ലാം കേന്ദ്ര കഥാപാത്രം വളരെ ഉറപ്പുള്ള തൻ്റെടിയായ, ചില സമയത്ത് കേടിയാണെങ്കിൽ അതും ഒരു അലങ്കാരമായി കരുതുന്ന ഒരു തരം കഥാപാത്രങ്ങളാണ്. അതിലൂടെ ഒരു പോപ്പുലർ സിനിമയിൽ ഹാസ്യവും വിനോദവും കരുത്തും ആണത്വത്തിൻ്റെ ആഘോഷവും ഒക്കെ സംഭവിക്കുന്നു എന്നതിന് ഒരു നിമിത്തമായി 90ലെ ഈ 2 സിനിമകൾ മാറുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഈ സിനിമയിൽ കോട്ടയം കുഞ്ഞച്ചനെ കുഞ്ഞച്ചൻ ചേട്ട എന്നാണ് വിളിക്കുക. പൊതുവെ കാഞ്ഞിരപ്പള്ളി, കോട്ടയം, പാല പ്രദേശത്തു നിന്നുള്ള ക്രിസ്ത്യാനികളായിട്ടുള്ള ആണുങ്ങളെ ചേട്ട എന്നാണ് വിളിക്കുക. നമ്മളുടെ 2ാം ലോക മഹായുദ്ധത്തിന് ശേഷവും കേരളപ്പിറവിക്ക് ശേഷവും ഒക്കെ മലബാറിലേക്കും മറ്റും കുടിയേറിയ ഈ പാല, മീനച്ചിൽ താലൂക്കുകളിലെ ആളുകളെയും കാഞ്ഞിരപ്പള്ളി താലൂക്കിലെ ആളുകളും ഒക്കെയും അവിടെ അറിയപ്പെടുന്ന ചേട്ടന്മാരായിട്ടാണ്. ചേട്ടൻ, ഈ ചേട്ടൻ എന്നുള്ള സംജ്ഞയ്ക്ക് നമ്മളുടെ
മലയാള സിനിമയിലും ചില പ്രത്യേക കാലപരിധിയുണ്ട് എന്ന് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് ഈ മധ്യ തിരുവിതാംകൂർ ക്രിസ്ത്യൻ ഐഡൻറ്റിറ്റിയെ പ്രഖ്യാപിക്കുന്ന കുഞ്ഞച്ചൻ ചേട്ടനാണ് കോട്ടയം കുഞ്ഞച്ചൻ ആ സിനിമയിൽ നിലനിൽക്കുന്നത്. അങ്ങനെയാണ് നിലനിൽക്കുക. പക്ഷേ ഞാൻ പറയാതെ തന്നെ കോട്ടയം കുഞ്ഞച്ചൻ്റെയും നമ്പർ 20 മദ്രാസ് മെയിലിലെയും ജീവിത ഇടങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ അതിനകത്തുള്ള പ്രത്യേക ഭാഷണത്തെയും ഭക്ഷണത്തെ, കുഞ്ഞച്ചൻ എങ്ങനെ കരിമീനിനെ കോർത്ത് പിടിച്ചുകൊണ്ട് വരുന്ന ഒരു കുഞ്ഞച്ചൻ ചിത്രമുണ്ട് ആ സിനിമയിൽ. കല്യാണം മുടക്കാൻ വേണ്ടിയിട്ട് വരുന്ന, മേരിക്കുട്ടിയുടെ കല്യാണം മുടക്കാൻ വേണ്ടിയിട്ട് വരുന്ന, ഒരേ സമയം ആധിപത്യ സ്വഭാവമുണ്ട്, തൻ്റെ ഇടമുണ്ട്, കേടിത്തരമുണ്ട്, കുറച്ച് അവർ തന്നെ പറയും പണ്ടത്തെ കേടികൾക്ക് ചേരുന്ന കേടിത്തരമുണ്ട്. അതേസമയം തന്നെ പെണ്ണും പിള്ളയ്ക്ക് അല്പം കീഴ്പ്പെട്ട് നിൽക്കുന്നതിൽ കുഴപ്പമില്ല. അതായത് ഭാര്യമാരൊക്കെ ഇത്തരം പുരുഷന്മാരോട് ചേർന്ന് നിൽക്കുന്ന ഒരു ആശ്രിത സ്വഭാവമുള്ളവരാണ്. പക്ഷെ അവരുടെ ആശ്രിതരാണ്, അല്ല അവരെ ആശ്രയിച്ച് നിൽക്കുന്ന, വിധേയരായി നിൽക്കുന്നവരാണ് തങ്ങൾ എന്നതിൽ ഒരു എൻജോയ്മെന്റ് കണ്ടെത്തുന്ന, അതിലൊരു തമാശ കണ്ടെത്തുന്ന രീതിയിലുള്ള ഒരു പ്രത്യേകതരം പുരുഷത്വം. ഇത് പാട്രിയാർക്കൽ പുരുഷന്റെ തന്നെ ഒരു ചിത്രമാണ്. അത് നമുക്ക് ഈ 2 സിനിമയിലും ഉണ്ട്. അത് പ്രത്യേകിച്ച് നമ്പർ 20 വിഷയം വ്യത്യാസമാണെങ്കിൽ പോലും കുഞ്ഞച്ചനിലാണ് ഈ വക അംശങ്ങളൊക്കെ കൂടുതലുള്ളത്. നമ്മൾ പിൽക്കാലത്ത് മധ്യ തിരുവിതാംകൂർ സിനിമയിൽ ആഘോഷിക്കപ്പെടുന്ന ഒരു ആണത്ത രീതിയുടെ തുടക്കം ഈ 2 ഇതിൻ്റെ ഒരു ആഘോഷം പിന്നീട് നടക്കുന്ന 90കളിൽ വന്ന സിനിമകളാണ്. വിശേഷിച്ച് ലേലം, കാഞ്ഞിരപ്പള്ളി കറിയാച്ചൻ, മറവത്തൂർ കനവ്, ഇങ്ങനെ പറയുന്ന സിനിമകളൊക്കെയും, വാഴുന്നോർ, ഇങ്ങനെയൊക്കെ പറയുന്ന സിനിമകളിലൂടെ ആ 10 വർഷം കൊണ്ട് ഇവിടേക്ക് ഈ സംജ്ഞയ്ക്ക് തന്നെ ഒരു വ്യത്യാസം വരുന്നുണ്ട്. ചേട്ടൻ എന്നുള്ള ആ കാര്യം മാറുകയും ഇച്ചായൻ എന്ന് പറയുന്ന ഒരു പുതിയ ഐഡന്റിറ്റി ഈ മധ്യ തിരുവിതാംകൂറിനെ കേന്ദ്രീകരിച്ചുണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ചിന്തിക്കുമ്പോൾ വളരെ കൗതുകമുണ്ട്. ഇത് ഒരു ഇച്ചായൻ അല്ലെ അച്ചായൻ എന്നൊക്കെ സഹോദരന്മാരെ വിളിക്കുന്ന രീതി പൊതുവെ കത്തോലിക്ക ഇതരമായിട്ടുള്ള ഒരു കുടുംബങ്ങളുടെ ബന്ധങ്ങളെ സൂചിപ്പിച്ചിരുന്നായിരുന്നു. അച്ചാച്ചനോ ചേട്ടനോ ചേട്ടായി ഇങ്ങനെയൊക്കെ ഉള്ള ഒരു വിളി രീതികളിൽ നിന്ന്, ചാച്ചൻ ഒക്കെയുള്ള രീതികളിൽ നിന്ന് അതൊക്കെ മാറ്റിയിട്ടൊരു ഇച്ചായൻ എന്ന് പറയുന്ന ഒരു പൊതു നാമത്തിലേക്ക് ഈ കഥാപാത്രങ്ങൾ വളരുന്നതായിട്ട്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ജീവിത ഇടത്തിലെ ആൺ കഥാപാത്രം വളരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ലേലം ഇതിൻ്റെ ഏറ്റവും ഇതിൻ്റെ പ്രതിഷ്ഠയും വളർച്ചയും ഏറ്റവും നടത്തിയതാണ്. അതുപോലെ കുറേ അധികം പ്രത്യേകതരം വർത്താന രീതിയുണ്ട്. എൻ്റെ ഈശോയെ, ഇത്രയും വലിയ കോഴിയെ ഞാൻ കണ്ടിട്ടില്ല, ആ അനിയൻ ചെറുക്കൻ്റെ കാല് പോക്ക. ഇങ്ങനെ മറവത്തൂർ കനവിലെ ചാണ്ടിച്ചായം പറയുന്ന വാക്യങ്ങളുണ്ട്. കാരണം ഇതിനകത്തൊരു മാന്നാനം മണ്ഡലം കമ്മിറ്റി, തിരുവിതാംകൂർ കോൺഗ്രസിൻ്റെ മാന്നാനം മണ്ഡലം കമ്മിറ്റി ഓഫീസ് ഇതിനകത്ത് കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ മാന്നാനത്തു നിന്ന് ആണ് ഈ കുടിയേറ്റ ഗ്രാമത്തിലേക്ക് എത്തുന്നത്, ചാണ്ടിച്ചൻ എത്തുന്നത്. അപ്പോൾ ചാണ്ടിച്ചായൻ പറയുന്നിടത്ത് എൻ്റെ ഈശോയെ എന്ന് ഒരു കറക്റ്റ് മധ്യ തിരുവിതാംകൂർ കത്തോലിക്ക സംഭാഷണങ്ങൾ വരികയാണ്. അതുപോലെ ലേലത്തിലെ നായകൻ പലപ്പോഴും വരുന്നത് എൻ്റെ കുരിശുപള്ളി മാതാവാണ്. ഇത് പിന്നീട് താന്തോന്നിയിലും വരുന്നുണ്ട്, കുരിശുപള്ളി മാതാവ്. അപ്പം പാലയിലെ കുരിശുപള്ളിയും അങ്ങനെ ചില പ്രത്യേക തരത്തിൽ ഭാഷണങ്ങളിലൂടെ ഒരു പ്രദേശം വ്യാഖ്യാനിക്കപ്പെടുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഈ പറഞ്ഞ സിനിമകളെല്ലാം തന്നെ കാഞ്ഞിരപ്പള്ളി കറിയാച്ചൻ സിനിമയ്ക്കകത്ത് കാഞ്ഞിരപ്പള്ളി കറിയാച്ചൻ പറഞ്ഞത് ഈ ചരക്കിനെയും കൂടെ പള്ളിയിലൊന്ന് ഇറക്കിയേക്കാൻ. സ്വന്തം ഭാര്യയെക്കുറിച്ചാണ് അത് പറഞ്ഞത്. പിണങ്ങിയോ കളിയാക്കിയോ അധിക്ഷേപിച്ചോ ഒന്നുമല്ല, വളരെ നോർമൽ എന്നുള്ള രീതിയിൽ പറയുന്ന ഒരു സംഭാഷണത്തിനകത്ത് ഒരു ജീവിത വ്യവഹാരമുണ്ട്, ഒരിടമുണ്ട്.
അതുപോലെ രണ്ടു വണ്ടിക്കും കൂടെ ഒരു സ്പാനർ മതി. ഭാര്യയെക്കുറിച്ചും വണ്ടിയെക്കുറിച്ചുമാണ് ഈ പറയുന്നത്. പക്ഷെ ഇത്തരത്തിൽ വരുന്ന ഒരു അശ്ലീല ചുവയുള്ള തമാശകൾ അത് അശ്ലീലമാണെന്ന് തോന്നുന്ന പോലുമില്ല. അതുപോലെ കരള് പൊരിച്ചത്, പോർക്ക് ഒലത്തിയത്, ഇങ്ങനെയുള്ള ചില പ്രത്യേകതരം ഭക്ഷണത്തിനെ കുറിച്ച് ആവശ്യമുള്ളിടത്തും ഇല്ലാത്തിടത്തും പറഞ്ഞുകൊണ്ടിരിക്കുക. അതുപോലെ റിച്വൽസ്, അനുഷ്ഠാനങ്ങളെ കുറിച്ച്, എന്താണ് മാമോസ, കല്യാണം അല്ലെങ്കിൽ ഒത്തുകല്യാണം, മനസമ്മതം, ഇങ്ങനെ ഭാര്യ സിനിമയ്ക്കകത്ത് മനസമ്മതം ചോദിച്ചോട്ടെ എന്നൊക്കെയുള്ള പാട്ടുണ്ടെങ്കിൽ പോലും പക്ഷെ ഇത്തരത്തിലെ അനുഷ്ഠാനങ്ങളും ചര്യകളും ഭക്ഷണ രീതികളും ഒക്കെയുള്ള ഒരു പ്രത്യേകതരം കേരളത്തിൽ ഒരു സ്ഥലം ഒരു പ്രത്യേക രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുകയാണ്. ഇത് ഒരു അതല്ലാത്ത അവിടെയുള്ള പുരുഷന്മാരെ കേന്ദ്രീകരിച്ച് ജീവിക്കേണ്ടതെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ അവിടെ ആ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷനാണ്. നമുക്ക് ഓർക്കേണ്ട ഒരു പ്രത്യേകത, കേരളത്തിൽ തന്നെ ആദ്യകാലത്ത് തന്നെ സ്ത്രീ വിദ്യാഭ്യാസം ഉണ്ടായിരുന്ന ഒരു സ്ഥലവും ആദ്യമായി തന്നെ ഇംഗ്ലണ്ടിൽ പോയി വൈദ്യശാസ്ത്ര ബിരുദം നേടിയ ഒരു സ്ത്രീയുള്ള 1900 ആദ്യ 10 തന്നെ, അതിൻ്റെ രണ്ടാം പകുതി 1907 ആണെന്ന് എൻ്റെ ഒരു ഓർമ്മ, അത് 1911 എനിവേ ആ സമയത്ത് തന്നെ ഇംഗ്ലണ്ടിൽ പോയി വൈദ്യശാസ്ത്ര ബിരുദം നേടിയ, അത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ വനിതാ ഡോക്ടർ ഉണ്ടായിരുന്ന ഒരു സ്ഥലത്ത് അങ്ങനെ ഒരു സ്ത്രീകളുടെ ഒരു വിദ്യാഭ്യാസമോ സ്ത്രീകളുടെ അത്ര ഒരു അങ്ങനെയുള്ള ഒരു സ്വത്തും ഒട്ടും പ്രധാനപ്പെട്ടതല്ല. 1938 സർ CPയുടെ പട്ടാളത്തിന് നേരെ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ വോളണ്ടിയർ ജാഥ നയിച്ച് ക്യാപ്റ്റനായിരുന്ന അക്കാമ വർക്കിയെ പോലെയുള്ള അക്കാമ ചെറിയാനെ പോലെയുള്ള രാഷ്ട്രീയക്കാരുണ്ടായിരുന്ന ഒരു സ്ഥലമാണ് കാഞ്ഞിരപ്പള്ളി. പക്ഷേ കാഞ്ഞിരപ്പള്ളി എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ കോട്ടയം എന്ന് പറയുമ്പോൾ ഇങ്ങനെ തീറ്റയും കൂടിയും ഉണ്ടാക്കുന്ന ആണുങ്ങളുടെ ഭാര്യയ്ക്കുകയും കുഞ്ഞുങ്ങളെ പ്രസവിക്കുകയും എപ്പോഴും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു തരം സ്ത്രീ അവിടെ, അതാണ് സ്ത്രീ എന്ന് പറയുന്ന ഒരു ചിത്രം ഈ പറഞ്ഞ ആഹാരത്തിൻ്റെയും ജീവിത ഇടങ്ങളിലെയും ഒക്കെ സംഭാഷണങ്ങളിലൂടെ മലയാള സിനിമ ആഘോഷിച്ചു. അതിൽ നമ്മളുടെ സിനിമ ലോകത്തിനൊരു പ്രത്യേകതയുണ്ട്. ഈ 90കളിലാണ് മലയാള സിനിമയിലേക്ക് ഫ്യൂഡൽ തെമ്മാടിമാരുടെ അല്ലെങ്കിൽ ഒരു ഫ്യൂഡൽ സ്വഭാവമുള്ള ആൺ കഥാപാത്രങ്ങളുടെ തിക്കിത്തിരക്ക് ഉണ്ടാകുന്നത്. ആ കാലഘട്ടത്തിൽ കോട്ടയം, കാഞ്ഞിരപ്പള്ളി, പാല എന്നൊക്കെ പറയുന്ന മധ്യ തിരുവിതാംകൂറിലെ ചില പോക്കറ്റുകളെ കേന്ദ്രീകരിച്ചിട്ട് ഇത്തരത്തിലൊരു ഫ്യൂഡൽ സ്പേസ് ആയിട്ട് ഈ ഇടങ്ങൾ വ്യാഖ്യാനിക്കുകയും അവിടേക്ക് അതിൻ്റെ എല്ലാ സ്വഭാവങ്ങളുമുള്ള ഒരു തരം ആണത്തത്തെ അവതരിപ്പിക്കുകയും അത് ഇച്ഛായൻ ആയിട്ടിങ്ങനെ വ്യാഖ്യാനിക്കുകയും ചെയ്യുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. അതായത് ചേട്ടൻ, ചാച്ചൻ, എന്താണ് അച്ചാച്ചൻ, ഇങ്ങനെയൊക്കെ പറയുന്ന പല വിധത്തിലുള്ള ബന്ധുനാമങ്ങളിൽ നിന്ന്, പേരുകളിൽ നിന്ന് ഇച്ഛായൻ എന്ന് പറയുന്ന ഒരു ഇരട്ടച്ചങ്കുമായി നിൽക്കുന്ന ഒരു ആണിനെ നിർമ്മിക്കാൻ വെച്ചാൽ അപ്പം അതിനിടയ്ക്ക് മറ്റു തരത്തിൽപ്പെട്ട എല്ലാ ഉപശബ്ദങ്ങളും, കാഞ്ഞിരപ്പള്ളി ഈ പോലെയുള്ള സ്ഥലത്ത് വലിയൊരു ജനവിഭാഗമാണ് മുസ്ലിംസ്, ധാരാളമായിട്ട് അടിസ്ഥാന ജനവിഭാഗമുള്ള ഒരിടമാണ്. ഹിന്ദു വലിയ തമ്പിമാരെ പോലെയുള്ള കുടുംബങ്ങളുള്ള സ്ഥലമാണ്. പക്ഷേ നമ്മൾ മധ്യ തിരുവിതാംകൂർ എന്ന് പറയുമ്പോൾ സിറിയൻ ക്രിസ്ത്യൻ ഒരു ഐഡന്റിറ്റിയിലേക്ക് പെട്ടെന്ന് അർത്ഥം എത്തത്തക്ക വിധത്തിലുള്ള, അപ്പം അങ്ങനെ ആ ഐഡന്റിറ്റിയെ വ്യാഖ്യാനിക്കുമ്പോൾ ഈ ചില നായക ശരീരങ്ങൾ മാത്രം അതിനോടൊപ്പം വരുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള സംഭാഷണവും ജീവിത വ്യവഹാരവും കൊണ്ട് മലയാള സിനിമ ഈ ഇടത്തെ വ്യാഖ്യാനിക്കുന്ന കാഴ്ച നമുക്ക് 90കളിൽ കാണാൻ സാധിക്കും. ഇത് അതിനു മുമ്പുണ്ടായിരുന്ന ബഹുസ്വര സ്വഭാവിയായ ഒരു ജീവിത ഇടത്തിലേക്ക് അവിടെ ഉപകഥാപാത്രങ്ങളായി വല്ല
ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം ഒക്കെ കഥാപാത്രങ്ങൾ വരുന്നുണ്ടെങ്കിൽ പോലും ഈ വലിയ ഒരു നെഞ്ചു വിരിച്ച് നിൽക്കുന്ന ഇത്തരം ഒരു കഥാപാത്രങ്ങളുടെ ധാരാളിത്തത്തിൽ 90കൾ മധ്യ തിരുവിതാംകൂറിനെ വ്യാഖ്യാനിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 90കളിലെ നായകന്മാരിൽ പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നത് അവരുടെ ജീവിത ഇടങ്ങളിൽ കള്ള് കച്ചവടമാണ് ഒരു പ്രധാനപ്പെട്ട തൊഴിൽ. പാമ്പാടി റേഞ്ചും പാലാ റേഞ്ചും ഒക്കെ പിടിക്കുന്നതിനെ കുറിച്ച്, കൂപ്പ് ലേലം, കല്ല് ലേലം, ഷാപ്പ് ലേലം, ഇതിങ്ങനെ ഒരു സാമാന്യ സ്വഭാവമായിട്ട് കാണാനായിട്ട് സാധിക്കും. അത് കഴിഞ്ഞ് 2003 എത്തുമ്പം നമ്മൾ സ്വപ്നക്കൂട് എന്ന് പറയുന്ന സിനിമയിൽ പോണ്ടിച്ചേരിയിലുള്ള പെങ്കൊച്ചിനോട് കാഞ്ഞിരപ്പള്ളിക്കാരൻ കുഞ്ഞുഞ്ഞു പറയുന്നുണ്ട്, നീ എന്നത്തിനാ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത്, ഞാൻ കാഞ്ഞിരപ്പള്ളിക്ക് പോരുമ്പോൾ നീയും കൂടെ പോരും. അവിടെ തോട്ടത്തിൽ പെരുമഴ പെയ്യുമ്പം അല്ല കുരുമുളക് ഇട്ട താറാവും വരാലും മീനും ചുട്ട പപ്പടമൊക്കെ ആയിട്ട് നമുക്കങ്ങ് കൂടാം. അപ്പോൾ വീണ്ടും കാഞ്ഞിരപ്പള്ളി വരികയാണ് ഒരു സ്വപ്നഭൂമി. കുഞ്ഞുഞ്ഞനെ പറയുന്നുണ്ട് കാഞ്ഞിരപ്പള്ളിയിൽ എന്തും വിളയും. മറ്റ് 2 കൂട്ടുകാരേക്കാൾ അല്പം ഫ്ലർട്ടിങ് ആയിട്ടുള്ള, അല്പം കൂടുതൽ സംസാരിക്കുന്ന, കുസൃതികളുള്ള, അതേസമയം തന്നെ ഒരു പുരുഷത്വം കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു കഥാപാത്രത്തിലൂടെ ഇങ്ങനെ കാഞ്ഞിരപ്പള്ളി അല്ലെങ്കിൽ മധ്യ തിരുവിതാംകൂർ തന്നെ കാഞ്ഞിരപ്പള്ളി ഐഡന്റിറ്റിയിൽ വ്യാഖ്യാനിക്കുകയാണ്. അപ്പോൾ ഇവിടെയും ഈ തുടർച്ചയാണ്, 90കളുടെ തുടർച്ച തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നീട് 2013 റെബേക്ക ഉതുപ്പ് വെള്ളിമല, റെബേക്ക ഉതുപ്പ്, പിന്നീട് 2014 വെള്ളിമൂങ്ങ, ഈ സിനിമകളിലൊക്കെയും വീണ്ടും, അതായത് ഈ സിനിമയുടെ പ്രവർത്തന ഇടം എന്ന് പറയുന്ന, സിനിമയിലെ കഥാപാത്രങ്ങളുടെ പ്രവർത്തന ഇടം മധ്യ തിരുവിതാംകൂറിൽ അല്ല, പക്ഷെ ഇവർ മധ്യ തിരുവിതാംകൂറിൽ നിന്ന് കുടിയേറിയവരാണ്. അപ്പോൾ അവരുടെ ജീവിതത്തെ വ്യാഖ്യാനിക്കുമ്പം ഇതേപോലെ തന്നെ നട തുറന്ന കുർബാന, ഭരിച്ചവരുടെ ഒപ്പീസ്, മെത്രാൻ, പള്ളിയിലച്ചൻ, കുംഭസാരം, കുർബാന, ഇങ്ങനെയുള്ള ആ ഒരു പ്രത്യേകതരം ജീവിത ചിട്ടവട്ടങ്ങൾ, അതേസമയം തന്നെ എന്ത് തരം കള്ളത്തരങ്ങളിലൂടെ കാര്യം നേടാനുള്ള ഒരു പ്രത്യേക ശേഷിയുള്ള ട്രിക്ക് സൂക്ഷിക്കുന്ന ഒക്കെ ഒരു ആണായിട്ടാണ് വെള്ളിമൂങ്ങയിലെ മാമച്ചൻ നിൽക്കുന്നത്. പക്ഷെ അദ്ദേഹം തൻ്റെ കാഞ്ഞിരപ്പള്ളി റൂട്ടിനെ കുറിച്ച് ഓർക്കുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ അമ്മച്ചി ഓർമ്മിപ്പിക്കുന്നുമുണ്ട്. അപ്പോൾ ഇതുവരെ 83 നിന്ന് ഈ 2013-14 എത്തുമ്പോൾ മധ്യ തിരുവിതാംകൂർ കഥാപാത്രങ്ങളിൽ ഒരു വ്യത്യാസം സംഭവിക്കുന്നുണ്ട്. കാഞ്ഞിരപ്പള്ളിക്കാരൻ ക്രിസ്ത്യാനി ഭാര്യയെ അനുസരിപ്പിക്കാൻ നടത്തുന്ന, തൻ്റെ കുരുത്തക്കേടിന് ഭാര്യയുടെ കയ്യിൽ നിന്നൊരു തല്ല് കിട്ടിക്കഴിഞ്ഞപ്പോൾ അതിനെയും വളരെ ഹാർദമായി സ്വീകരിക്കുന്ന ഒരു കഥാപാത്രത്തിലേക്ക് മാമച്ചൻ എത്തുമ്പോൾ മാറുന്നുണ്ട്. എങ്കിലും പൊതുവെ നമ്മുടെ മധ്യ തിരുവിതാംകൂർ സിനിമ എന്ന് പറയുന്നത് ആ സിനിമയിലെ അല്ലെങ്കിൽ ആ പ്രത്യേക പ്രദേശത്തെ മറ്റിടങ്ങളെ മുഴുവൻ ഒരു വളരെ ജനപ്രിയ സിനിമ, ഞാനിപ്പോൾ പറഞ്ഞതൊക്കെ കൂടുതൽ ആഘോഷിക്കപ്പെട്ട സിനിമകൾ മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ, അങ്ങനെ അല്ലാത്ത സിനിമകൾ ഇടയ്ക്കുണ്ടാവാം. ഇതിനൊരു അപവാദമായിട്ട് വരുന്നത് ഈ പറഞ്ഞ മധ്യ തിരുവിതാംകൂർ ആണത്തത്തെ സംബന്ധിച്ച് വേറൊരു ടെക്സ്റ്റ് കൊണ്ടുവന്നൊരു സിനിമ മാടമ്പിയാണ്, ഉണ്ണികൃഷ്ണൻ ബിയുടെ, 2008. സ്വഭാവമൊക്കെ ഇതൊക്കെ തന്നെയാണ്, കുറെ പിശുക്കനായിട്ടുള്ള, അതേസമയം ഇന്റലിജന്റ് ആയിട്ടുള്ള, കുടുംബസ്നേഹിയായിട്ടുള്ള ഒരാണാണ്. പക്ഷെ അത് സിറിയൻ ക്രിസ്ത്യൻ പുരുഷനിൽ നിന്ന് വ്യത്യാസമായിട്ടുള്ള ഒരു പിള്ള, ഗോപാലകൃഷ്ണ പിള്ള എന്ന് പറയുന്ന ഒരു കഥാപാത്രവും പ്രദേശമായി പത്തനംതിട്ട പ്രദേശവും വരുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു വ്യത്യാസം കാണുന്നുണ്ടെങ്കിലും പക്ഷെ ഭൂരിപക്ഷം സിനിമകളും മധ്യ തിരുവിതാംകൂറിനെ പാല, കാഞ്ഞിരപ്പള്ളി, കോട്ടയം താലൂക്കുകളായിട്ട് പരിമിതപ്പെടുത്തുകയും അതിൽ നിന്ന് ഈ പ്രത്യേക ഒരു സിറിയൻ കത്തോലിക്ക ഐഡന്റിറ്റിയെ എല്ലാ തരത്തിലുള്ള ഫ്യൂഡൽ സവിശേഷതകളോടും കൂടിയ ഒന്നായിട്ട്, അത്തരത്തിലുള്ളൊരു പുരുഷനായിട്ട് വ്യാഖ്യാനിക്കുകയും ബാക്കിയെല്ലാം അതിനോട് ആശ്രിത നിലയിൽ പ്രവർത്തിക്കുന്ന ഒന്നാക്കി അവതരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേകതരം
ഗെയിം, അങ്ങനെയുള്ള ഒരു കളിയിടമായിട്ട് മലയാളത്തിലെ ജനപ്രിയ സിനിമ, പ്രത്യേകിച്ച് മധ്യ തിരുവിതാംകൂർ സിനിമകൾ മാറുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് സ്വാതന്ത്ര്യം കിട്ടി, അല്ലെങ്കിൽ ഒരു ജനാധിപത്യത്തിൻ്റെയും അത്തരത്തിലുള്ള പൊളിറ്റിക്കൽ ഇടങ്ങളെല്ലാം മാറിയിട്ട് ഈ തരത്തിലൊരു ഒരു ഫ്യൂഡൽ, ഒരു വളരെ മതാത്മകമായിട്ടുള്ള, അതിനിടയ്ക്ക് ഈ പറഞ്ഞ ഒരു ക്ലാഷ് ഉള്ളത് ആനക്കാട്ടിൽ ഈപ്പച്ചൻ്റെ ആണ്. ഈപ്പച്ചൻ പറയുന്നുണ്ട്, കള്ള് കച്ചവടത്തിലും കർത്താവിൻ്റെ കാര്യത്തിലും തിരുമേനിമാരുടെ ഇടനില ഈപ്പച്ചന് വേണ്ട എന്ന് പറയുന്നുണ്ട്. അതൊരു വേറിട്ട ഒരു സ്പേസ് ഉണ്ട്. ബാക്കി മുഴുവൻ തന്നെ വളരെ റിച്വലിസ്റ്റിക് ആയിട്ടുള്ള ഒരു മതാത്മകമായ ആഘോഷപരമായിട്ടുള്ള ധാരാളം മാംസഭക്ഷണം ഉള്ള, അങ്ങനെ നിരന്തരം അത് നിറഞ്ഞിരിക്കുന്ന തീന്മേശകളുള്ള വീടകങ്ങളായി ഈ തരത്തിൽ തൻ്റെടികളും കുറച്ചൊരു കേടിത്തരമുള്ള, ആരെയും വകവയ്ക്കാത്ത, അതേസമയം തന്നെ കാൽപ്പനിക പ്രേമികളും ഒക്കെ റൊമാൻറ്റിക്കും ഒക്കെ ആയിട്ടുള്ള ഒരു ആൺ നിർമ്മിതികളായിട്ട് മുഖ്യ കഥാപാത്രങ്ങൾ നിലനിൽക്കുന്ന ഒക്കെ സിനിമകളാണ് നമ്മുടെ മധ്യ തിരുവിതാംകൂർ സിനിമകൾ. ഇതിൻ്റെ ഒരു പ്രത്യേകത, ബഹുസ്വര സ്വഭാവിയായ ഒരു സാമൂഹ്യ ഇടത്തെ ഒരു പ്രത്യേക അർത്ഥത്തിലേക്ക് മാത്രം സങ്കോചിപ്പിക്കുകയും അത് മാത്രമാണ് ആ ഇടമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ഒരു മുതലാളിത്തത്തിൻ്റെയോ അല്ലെങ്കിൽ ആണധികാരത്തിൻ്റെയോ ഒക്കെ ഒരു ഇടമായി മധ്യ തിരുവിതാംകൂർ കേരളത്തിലെ മധ്യ തിരുവിതാംകൂറിനെ മലയാള സിനിമ, പ്രത്യേകിച്ച് മധ്യ തിരുവിതാംകൂർ സിനിമ വ്യാഖ്യാനിക്കുന്നുണ്ട്. ഒരു പ്രത്യേക കോട്ടയം ജില്ലയിലെ ചില പോക്കറ്റുകൾ മാത്രമായി നിലനിൽക്കുന്ന, അവിടുത്തെ വിദ്യാഭ്യാസ ഇത്യാദിയായിട്ടുള്ള കാര്യങ്ങളൊക്കെയും ഒരു രണ്ടാമതായിട്ട് വരുന്ന അതായത് രാഷ്ട്രീയം. എനിക്കറിയാം, കാഞ്ഞിരപ്പള്ളി എന്ന് പറയുന്നത് 1960 തന്നെ കമ്മ്യൂണിസ്റ്റ് MLA ഉള്ള സ്ഥലമാണ്. അത് കഴിഞ്ഞതിന് ശേഷം 90-ൽ KJ തോമസ് വീണ്ടും കമ്മ്യൂണിസ്റ്റ് CPM-കാരൻ MLA ആകുന്നുണ്ട്. പക്ഷെ ഈ ഇത്തരം സ്ഥലങ്ങളെ നമ്മൾ വ്യാഖ്യാനിക്കുമ്പോൾ ഇതൊരു തിരുവിതാംകൂർ കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ അതിനോട് സമമായിട്ടുള്ള മറ്റു പാർട്ടികളുടെ ഒക്കെ ഒരു ഇടം മാത്രമായിട്ട്, പ്രാദേശിക പാർട്ടികളുടെ ഒരു സ്ഥലം മാത്രമായിട്ട് നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള ചില ഒരു പ്രത്യേക സ്വത്വത്തെയാണ് മലയാള സിനിമ നിർമ്മിക്കുന്നത്. അപ്പോൾ യാഥാർത്ഥ്യത്തെ എപ്പോഴും എഴുതണം എന്ന് പറയാൻ പറ്റില്ല. സിനിമ വേണേൽ സ്വപ്നങ്ങളാവാം, ഫാൻറ്റസി ആകാം, ഭ്രമാത്മകം ഒക്കെ ആകാം. പക്ഷേ ഒരു സ്ഥലം ഒരു റൊമാൻറ്റിക് സ്പേസ് ആയിട്ട്, അവിടെ ആണുങ്ങളാണ്, അവിടെ എന്തും വിളയും, അവിടെ പെണ്ണുങ്ങളൊക്കെയും കഞ്ഞിയും കറിയും വെക്കുന്ന മാത്രമല്ല, അവിടെ തേങ്ങാ സമ്മന്തി ഒന്നും അല്ല ഉള്ളത്. അവിടെ എപ്പോഴും പോർക്കും പോത്തും താറാവും കോഴിയും ഒക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന തീന്മേശകൾ ഉണ്ടാക്കുന്നു, അത് ഒരുക്കുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരു പ്രത്യേക ലോകമാണ് നിർമ്മിക്കുക. അപ്പോൾ അതാണ് നമ്മളുടെ ഇന്നത്തെ സംഭാഷണ വിഷയം. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി.